സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച ഒരു കമന്റ് വന്നു. ഞാൻ PR ആണത്രേ. ഞാൻ CPM വേണ്ടിയിട്ട് PR പണിയെടുക്കുന്ന ഒരാളെന്നാണ് ഇപ്പോൾ എന്നെ പറ്റി ചില കമന്റുകൾ. ആയിക്കോട്ടെന്നേ, ഞാനിന്ന് വയനാടിനെ കുറിച്ച് തന്നെയാണ്. കെ രാജ എന്ന് പറയുന്ന ആ ഒരു മിനിസ്റ്ററെ കുറിച്ചിട്ടാണ്. സത്യമായ കാര്യങ്ങൾ സത്യമായി തന്നെ പറയും, അതാരും ചെയ്താലും. ഈ അടുത്ത കാലത്ത് നമുക്ക് പിന്നെ പറയാം. എന്തായാലും ഇത് കേൾക്കേണ്ട ഒരു വർത്തമാനാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേട്ട് ചുറ്റും നിന്ന് ആർത്തട്ടഹസിച്ച് ചിരിക്കുന്നവൻ ഒരു കക്കൂസ് പോലും അവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സങ്കോചം വേണ്ടേ? പറയുമ്പോ ആ ആർത്ത ചിരിയിൽ ഏതോ സാധനം അങ്ങ് മറികടന്നു. ഇതൊക്കെ നിന്നൊരുത്തനെ കിളിപോയി എന്നങ്ങ് പറഞ്ഞപ്പോ കേട്ടൊരു രോമാഞ്ചം, എന്തൊരു സുഖല്ലേ. എനിക്കതിൽ പ്രയാസമില്ല. ദുരന്തബാധിതന്റെ വികാരമായിട്ട് ഞാൻ അതിനെ കാണും. നോക്കൂ, എത്ര വൃത്തിയായിട്ടാണ് കെ രാജ മിനിസ്റ്റർ സംസാരിക്കുന്നത്. ഈ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയല്ല പ്രതികരിക്കുക. നോക്കൂ, അവർക്കൊരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിക്കുന്നു. എന്നിട്ട് ആ വീട് കിട്ടിയ മനുഷ്യൻ പോലും പറയുന്നത് ഇത് എന്റെ വീടാണ്, ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാണ്. അങ്ങനെ താങ്കളെപ്പോലുള്ള ആളുകളെ ഒരു വീടിന്റെ ഉടമസ്ഥനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് കഷ്ടപ്പെടുന്നത് എന്നെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു എന്ന് ഞാൻ ചിലപ്പോൾ പറയും. നോക്കൂ, അപ്പോഴും കെ രാജ എന്ന് പറഞ്ഞ മിനിസ്റ്റർ പറയുന്നത് എനിക്ക് അവരോടൊന്നും ഒരു പരാതിയുമില്ല. പക്ഷേ അതിനേക്കാൾ വലിയ ദുരന്തം 10-24ഓളം പേര് ആ മനുഷ്യൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നൗഫലിന് 10-24ഓളം പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു മനുഷ്യനാ അദ്ദേഹം. വൈകാരികമായിട്ട് രാജ മിനിസ്റ്റർക്ക് കിളി പോയി എന്നൊക്കെ പറയുമ്പോൾ ചുറ്റുമുള്ള കോൺഗ്രസ്സുകാർ മുഴുവൻ ഗംഭീര ചിരി, ഹഹ എന്ന് പറഞ്ഞിട്ട് ഗംഭീര ആർത്തലച്ച് ചിരിക്കുകയാണ്. ആ ചിരിയുടെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ചിരിക്കുന്ന ഉരുവം പോലും മിനിസ്റ്റർ പറഞ്ഞ പോലെ ഒരു കക്കൂസ് പോലും ഉണ്ടാക്കിയിട്ടില്ല സുഹൃത്തുക്കളെ. ഇപ്പോഴും ഇവരെ പ്രതീക്ഷിച്ച് 130ഓളം കുടുംബങ്ങൾ കോൺഗ്രസ്സുകാർ എന്നെങ്കിലും ഒരു വീട് തരുമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ദുരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ ഈ നൗഫൽ അവരൊപ്പം പോണ്ടല്ലേ. പക്ഷെ നൗഫലിന് ബുദ്ധിയുണ്ട്, നൗഫലിന് നല്ല ബുദ്ധിയുണ്ട്. നൗഫലിന് അറിയാമായിരുന്നു ഇവന്മാര് വീട് പോയിട്ട് ഒരു പട്ടിക്കൂട് പോലും ഉണ്ടാക്കി തരില്ല എന്ന് കൃത്യമായിട്ടും കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നൗഫലിന് അറിയാമെന്നാണ് ഞാനൊക്കെ കരുതുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഗവൺമെന്റ് തരുന്ന വീട് മതി എന്ന് ഇദ്ദേഹം മുമ്പ് തന്നെ പറഞ്ഞേ. അല്ലെങ്കിൽ ഒരു നല്ല കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസിന്റെ ഒപ്പം കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യൻ പറയില്ലേ സുഹൃത്തുക്കളെ, എനിക്ക് ഗവൺമെന്റ് തരുന്ന വീട് വേണ്ട, എനിക്ക് എൻ്റെ കോൺഗ്രസ് അഭിമാനമായ പ്രസ്ഥാനം കോൺഗ്രസ് ഉണ്ടാക്കി തരുന്ന വീട് മതി എന്ന് നൗഫൽ പറയില്ലേ? നൗഫൽ പറഞ്ഞില്ല. നൗഫൽ പറഞ്ഞത് ഈ ഗവൺമെന്റ് തരുന്ന വീട് മതി എന്നാ. ഇപ്പോഴും പറയുന്നത് അതാ, ഗവൺമെന്റ് തരുന്ന വീട് മതി, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു പരാതി ഉണ്ടെന്നാ. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പരാതി ഉണ്ട്, ശരിയാണ്. അത് അധികൃതരെ അറിയിക്കുക മാത്രമല്ല, അത് പുറത്തേക്ക് അറിഞ്ഞതാണ് പ്രശ്നമായത്. അധികൃതർ ആ പരാതിയൊക്കെ പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ സംഗതി പുറത്തറിഞ്ഞു. യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഏറ്റെടുത്തു. ജനീഷ എന്ന് പറയുന്ന ലെവൻ ഏറ്റെടുത്ത് നശിപ്പിച്ച് നാരണക്കല്ലാക്കി. സത്യം പറഞ്ഞാൽ ഇതോട് കൂടിയിട്ട് നാറിപ്പോയത് കോൺഗ്രസ്സുകാരൊക്കെ തന്നെയാണ്. ഇനി ഈ നുണ വാർത്ത ഏറ്റുപിടിച്ച ആളുകളോടൊക്കെ ഇനി രാജ മിനിസ്റ്റർ ഒരു തൊഴുകൈയുടെ ഒരു കാര്യം പറയുന്നത്, അത് ഞാൻ അവസാനം കാണിച്ചു തരാം. അതിനിടയ്ക്ക് എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയണ്ടേ? കേൾക്കണം. അതറിഞ്ഞില്ലെങ്കിൽ മോശമാണ്. മന്ത്രി എങ്ങനെയാണ് എഞ്ചിനീയർ ആവുക, മന്ത്രി എങ്ങനെയാണ് പണിക്കാരനാവുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോ പറയുന്നില്ല. ചില ആളുകൾ കരുതുന്നത് പോലെ ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഈ കരാറ് കമ്പനിക്കാർ പറയുന്നത് നേരിട്ട് കേട്ട് ബോധ്യപ്പെട്ട് മന്ത്രിക്ക് താഴെ നിന്ന് ആകാശത്തോട്ട് നോക്കി ഇതൊരു ഗുള്ളലല്ല എന്നങ്ങ് പ്രസ്താവിച്ചു പോരാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്റെ ശീലം അതിൽ പെട്ടതല്ല. പിന്നെ ചൂരന്മലക്കാർക്ക് ഞാനൊരു മന്ത്രിയല്ല, അവരുടെ വീട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വീടേൽപ്പിക്കുമ്പോൾ ബുള്ളലുണ്ട് എന്നൊരു ചെറിയ ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മേശയും മറ്റൊക്കെ ഇദ്ദേഹം അവിടെ കയറിയിട്ട് അത് പരിശോധിച്ചത്. ഒരു കിനിവാണ് അവിടെ ഉള്ളത്, കിനിവ്, വെള്ളത്തിന്റെ കിനിവ്. ഏത് വീട്ടിലവിടെ വെള്ളത്തിന്റെ കിനിവ് ഉള്ളത്? ഇല്ലാത്തത്. ഉള്ളതല്ല, ഇല്ലാത്തത് ഉണ്ടായിരിക്കും, എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും.
നമ്മൾക്കൊക്കെ ഇപ്പോഴാണ് കാര്യം അറിയുന്നത്. വീട് പണി എന്ന് വെച്ചാൽ വാർപ്പിട്ടിട്ടാണ്ട് പോവല് മാത്രമല്ല എന്ന് ഇപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലായത്. അതുകൂടി ഇനിയുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നതാണ്. വീട് പണി കരാറ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വീട് പണി ചെയ്ത് വാർപ്പും ചെയ്ത് ഒറ്റ പോക്കണ്ട് പോവലല്ല കരാറുകാരന്റെ ജോലി എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമുക്കൊക്കെ മനസ്സിലായിരിക്കുന്നു. പിന്നെന്താ, ആ കരാറുകാരന് വീട് പണി ചെയ്ത് വാർപ്പ് കഴിഞ്ഞ് അതിൽ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നുകൂടി പരിശോധിക്കണം. നനയക്കം കഴിഞ്ഞ് 10-15 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം അതിൽ പോണ്ടിങ് ടെസ്റ്റ് എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. എത്ര നമ്മുടെ ഒന്നും വീട്ടിൽ സാധനം ചെയ്തിട്ടില്ല കേട്ടോ, അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പോണ്ടിങ് ടെസ്റ്റ് നടത്തി എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്ത് അവിടെ മാത്രമായിട്ട് പിന്നെ പ്രത്യേക തുളച്ചേക്ക് അതിലേക്ക് എന്തൊക്കെയൊരു ഗ്രൗട്ടോ എന്തൊക്കെയൊരു കെമിക്കലൊക്കെ ചേർത്ത് അത് വീണ്ടും നന്നായിട്ട് അടച്ച് എവിടേക്കൊക്കെയാണോ ഇതിന്റെ കെമിക്കലൊക്കെ ചെല്ലേണ്ടത് അതൊക്കെ ചെന്ന് വീണ്ടും അതിന്റെ മേലെ വീണ്ടും ഒരു ചെറിയ കുഞ്ഞു ലെയർ കൂടി പ്ലാസ്റ്ററിങ് നടത്തണം. അങ്ങനെ 2-3 തരത്തില് ഈ വാർപ്പിന്റെ മേലെ വർക്കുകൾ ചെയ്യാനുണ്ടെന്നാണ്. നമ്മളൊക്കെ കണ്ടില്ല, വാർപ്പണ്ട് കഴിഞ്ഞ് കാര്യം പിന്നെ പണി കഴിഞ്ഞു പോയി അല്ലേ. ഇതൊന്നല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് മനസ്സിലായി എന്നുള്ളതാണ്. തെറ്റാണ് എന്ന് പറയുന്നവരോട് വളരെ അഭിമാനപൂർവ്വവും അതിലേറെ വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്, എന്റെ നാടിന്റെ അഭിമാനം കാക്കാൻ ഇതിനേക്കാൾ പൊക്കത്തിൽ കയറണമോ ആ പൊക്കത്തിലും കയറും. അത് ആശങ്ക എനിക്ക് തന്നെ ദൂരീകരിക്കാൻ പറ്റേണ്ടത് എത്രയുണ്ടോ അതുപോലെ തന്നെ ചെയ്യും. ചില ആളുകൾ ചോദിച്ചു, മന്ത്രിമാർക്ക് ഇങ്ങനെ പൊക്കത്തിൽ കയറി പരിശോധിക്കണോ? കളക്ടർക്കും PWD ഉദ്യോഗസ്ഥനും ഒരു നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? അങ്ങനെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് ഇത് നിയന്ത്രിച്ച അനുഭവം നേരത്തെ അടിപൊളി. എനിക്കത് ഗംഭീരമായിട്ട് ഇഷ്ടമായി. ഞാൻ അതിന് ലവ് യു പറയുന്നു. നമ്മുടെ മന്ത്രിമാരൊക്കെ കണ്ട് ശീലം എങ്ങനെയാ, എവിടെയെങ്കിലും കുത്തിരുന്നിട്ട് എന്നാ റിപ്പോർട്ട് സമർപ്പിക്ക്, കളക്ടർ പോയി അന്വേഷിക്ക്, അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള കുറച്ച് ഉദ്യോഗസ്ഥരായിട്ട് വിടുക എന്നുള്ളതേ. പക്ഷെ രാജ മിനിസ്റ്റർ അതല്ല ചെയ്തേ. എന്റെ കുടുംബക്കാർക്ക്, എന്റെ നാട്ടുകാർക്ക് ഞാൻ അല്ലെങ്കിൽ എന്റെ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് വെച്ചു കൊടുക്കുന്ന വീടാണ്, അതിലൊരു വിള്ളൽ ഒരു പോറൽ പോലും പാടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം അത് അവിടെ പോയി പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ കുടുംബത്തിൽ നിന്നിട്ട് ഓർഡർ ചെയ്താൽ പോരെ. അങ്ങനത്തെ ഒരു കോൺഗ്രസ് മന്ത്രി അല്ലെന്നേ, ഇതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണ്ടേ. ബാക്കി കേൾക്ക്. 30 മുതൽ 1 മാസക്കാലം അവിടെ നിന്നവരുടെ മുഖങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ കാണാനുണ്ട്. എങ്ങനെയായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിരുന്നത്? കളക്ടറേറ്റിലെ ശീതീകരിക്കപ്പെട്ട മുറികളിൽ ഇരുന്നു കൊണ്ട് പ്രോട്ടോകോളിന്റെ വലിപ്പം പറഞ്ഞു നിന്നവരായിരുന്നില്ല ഞങ്ങളാരും. ഞങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരും ആ ചളി നിറഞ്ഞ മണ്ണിൽ ഗംബൂട്ടിട്ട് മുട്ടുവരെയും അരവരെയും താഴുന്ന ചളിയിലൂടെ നടന്നു പോകുമ്പോൾ ഏത് പ്രോട്ടോകോളിനെ കുറിച്ചാണ് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നത്? അവിടെയുള്ള 2 ഷട്ടറിന്റെ കൺട്രോൾ റൂമിൽ ഇരുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് സത്യം കൊടുക്കുന്ന ഭക്ഷണം പരസ്പരം കഴിച്ച് എന്തൊരു നോക്കൂ, നമ്മൾ കടന്നുപോയ ഒരു നിമിഷത്തിലൂടെ രാജ്യ മിനിസ്റ്റർ പോവുകയാണ്. അവിടെ ഇരിക്കുന്ന ഓരോ മാധ്യമ പ്രവർത്തകരും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ അങ്ങനത്തെ ഒരു കാലം കടന്നു വന്നതല്ലേ, നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ ഒരു നല്ലൊരു വർക്കിന് തുരങ്കം വെക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. മാധ്യമങ്ങളോടക്കം, മാധ്യമങ്ങളോടക്കമാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഈ തുരങ്കം വയ്ക്കുന്നത്? നിങ്ങൾക്കടക്കം ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയായിട്ടും എന്തിനാണ് നിങ്ങളടക്കമുള്ള ആളുകൾ നുണ പ്രചരിപ്പിച്ചത്? കേൾക്കൂ. ആ പ്രവർത്തനങ്ങൾക്ക് രാപ്പകലില്ലാത്ത വിധം നേതൃത്വം നൽകിയത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടെ അതിന്റെ മുകളിൽ കയറി അങ്ങനെ ഒരു പരിശോധന നടത്തേണ്ടത് വരച്ചിട്ടതാണെന്ന് ഒരു കമ്പനി പറഞ്ഞാൽ ഇത് കേട്ടുപോരലല്ല, അത് ഉറപ്പിച്ചു തന്നെ തീരുമാനിക്കണം എന്ന് ഉറപ്പുള്ള ഒരു പൊതുപ്രവർത്തകന്റെ, മന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു മലയാളിയുടെ കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ പ്രവർത്തനത്തിൽ ഞാൻ ഇറങ്ങിയത്. എന്തെല്ലാം ആക്ഷേപമാണ് അതിന്റെ ഭാഗമായി സൈബർ ഇടങ്ങളിൽ ഉണ്ടായില്ലേ? എന്തൊക്കെയായിരുന്നു? കോൺഗ്രസ്സുകാരൊക്കെ ഏറ്റവും മോശം തൊഴിലായിട്ട് കരുതുന്ന ചില തൊഴിലൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഇവര് നമ്മളൊക്കെ കരുതുന്നത് എന്താടോ? ഞാനൊരു കാര്യം എന്റെ പത്രസമ്മേളനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പറയട്ടെ, ഏതെങ്കിലും വിധത്തിൽ നൗഫലിനെ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലാതെയോ ആക്രമിക്കാവുന്ന പണിക്കുമായി മുതിരരുത്. അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരു പണിക്കുമാരും മുതിരരുത്. നൗഫൽ ഒരു ദുരന്തബാധിതനായിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് വികാരപരമായ വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി
അദ്ദേഹത്തെ ആക്രമിക്കാവുന്ന ഒരു പണിയും ആരും ചെയ്യരുത് എന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ഒരു ദുരന്തബാധിതന്റെ ഹൃദയം തകർന്ന വാക്കുകൾക്ക് ചൂളമടിച്ചും താളമിട്ടും ഉറക്ക പരിഹസിച്ച് ചിരിച്ചും നിൽക്കുന്നവർ ഏത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്ന് എനിക്ക് വളരെ ഗൗരവമായി തോന്നുന്നത്. അതാ ജനീഷ് അടക്കമുള്ള ആളുകൾക്കുള്ള ഒരു പണിയാണ്. ഓജ ജനീഷ് ഏതൊരു സാധനം ഉണ്ടല്ലോ, അവന് കെട്ടിക്കൊടുത്ത വീടാന്ന രീതിയിലൊക്കെ വന്നിരുന്നിട്ട് എവിടെ ഓട്ടം എവിടെ എന്ന് പറഞ്ഞാൽ കതറിട്ടിങ്ങനെ എളിഞ്ഞ് നടന്നിരുന്നില്ലേ. നാണമില്ലട ഇവന്മാർക്കൊന്നും. ഇനി അവസാനത്തെ ഇദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷയാണ്. ഞാൻ അത് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇത് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ ഉണ്ട്, കൈകൂപ്പിയിട്ട് രാജ മിനിസ്റ്ററെ കേൾക്ക്. ദയവായി ഒറ്റ അഭ്യർത്ഥന കൂടിയുള്ളത്, ഈ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിൽ വിഷം കലക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കൂട്ടത്തിൽ നിൽക്കരുത്. അവർക്ക് കൃത്യമായി വീടും ഭൂമിയും എത്തിക്കേണ്ടത്. സുഹൃത്തുക്കളെ, ആരാണ് വിഷം കലക്കുന്നവര്? ശവം തൂക്കികൾ തന്നെ. അങ്ങനെ വിഷം കലക്കാൻ, അവരെ മനസ്സിലേക്ക് വിഷം കലക്കാൻ നോക്കുന്ന ശവം തൂക്കികളെ വർത്തമാനം കേട്ടിട്ട് വെറുതെ അങ്ങോട്ട് കയറി വന്നിട്ട് നുണ പ്രചരിപ്പിക്കരുത്, അവരോടൊപ്പം നിൽക്കരുതെന്ന് കൃത്യമായിട്ട് രാജ മിനിസ്റ്റർ അഭ്യർത്ഥിക്കുകയാണ്. കൃത്യതയോടുകൂടി എത്തിക്കും. അതുവരെ അവരുടെ ഒരു വാടകയും മുടങ്ങില്ല, ഒരു മഴക്കാലത്ത് റോട്ടിൽ കിടക്കേണ്ടി വരില്ല, ഒരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകില്ല. കേരളത്തിന്റെ അഭിമാനത്തെ ഓർത്ത് ന്യായമായ കാര്യങ്ങൾ പറയാം. പക്ഷെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് സമയമെടുക്കാതെ ഇവിടെ അവസാനിപ്പിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കൈയടിക്കുന്നു. കാരണം വിഷം തൂക്കികള് ബൈ.